കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റവ ലഡു, അതായത് തരിയുണ്ടയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ സ്വാദിഷ്ടമായ ഈ റവ ലഡു തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 3 കപ്പ് റവ നമുക്ക് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണം വരുന്നത് വരെ ഇത് അടിയൊന്നും കരിഞ്ഞു പോകാതെ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ 2 കപ്പ് തേങ്ങ ചിരകിയതും 1.5 കപ്പ് ഷുഗറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റാകുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൈയെടുക്കാത്ത ഇളക്കണമെന്നൊന്നുമില്ല, ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഷുഗറൊക്കെ നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലൂസായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്യാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നതാണ്, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഷുഗറൊക്കെ ഏകദേശം നല്ലവണ്ണം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതല്പം തണുത്തതിന് ശേഷം ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ലഡു തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ലഡു ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഒരു 2 ആഴ്ച വരെ ഇത് ഒരു കേടും കൂടാതെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.